Hello friends, Binance പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർ നമുക്ക് വാട്സാപ്പിലും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് മെസ്സേജ് അയച്ച ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ബിനാൻസിലെ ഫ്യൂച്ചർ ട്രേഡിംഗ്, ബിനാൻസിലല്ല നമുക്ക് ഏതിലാണെങ്കിലും നമുക്ക് എങ്ങനെ ഫ്യൂച്ചർ ട്രേഡിംഗ് സിമ്പിളായിട്ട് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിക്കെങ്കിലും ഫ്യൂച്ചർ ട്രേഡിംഗ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു ഉറപ്പുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായി കാണാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റിസ്ക് ഫ്രീ ആണെന്ന് നമ്മൾ പറയില്ല, റിസ്ക് ഉണ്ട്. പക്ഷേ നിങ്ങൾ നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിങ്ങിന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ ഞാൻ പ്രീമിയം ആയിട്ട് ജോയിൻ ചെയ്ത ചാനലാണ് വി ട്രേഡ് പ്രീമിയം ക്രിപ്റ്റോ. ഈ ഒരു ചാനൽ പറഞ്ഞാൽ ഇവരുടെ നോർമൽ ചാനലാണ്, പ്രീമിയം ചാനലല്ല. നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, ഇതിപ്പോൾ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത് നോർമൽ ചാനലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആ ഒരു അഡ്മിൻ്റെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആ ഒരു അഡ്മിനിൽ പോയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ചാനൽ പറഞ്ഞാൽ ഫുള്ള് ഫ്യൂച്ചേഴ്സാണ് സിഗ്നൽസ് ഇടാറുള്ളത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്പോട്ടിൻ്റെ സിഗ്നൽസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൻ്റെ എക്സ്ട്രാ ആയിട്ട് നല്ല നല്ല സിഗ്നൽസ് ആണ് ഇവർ തരാറുള്ളത്. ഈ ഒരു ചാനൽ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിസിലാണ് നമ്മളിന്ന് ഈ ഒരു വി ട്രേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അഡ്മിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് വിഡ്രോയിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 10% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് പറയാണ്ട് തന്നെ കയറാം, പക്ഷേ ആ ഒരു ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അഥവാ നിങ്ങൾ വിഡ്രോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് എന്തായാലും അവർ തരും, 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് തരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബിനാൻസിലോട്ട് തന്നെ കയറാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബിനാൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫ്യൂച്ചറിലോട്ടേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് ഫ്യൂച്ചർ ചെയ്യുകയാണെങ്കിൽ അവർ ഫ്യൂച്ചറിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് നോക്കിയാൽ തന്നെ അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ലെങ്ത് കൂടും. കാരണം കുറേ പേര് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ഉള്ള വീഡിയോസ് എല്ലാം നല്ല രീതിക്ക് സ്പീഡ് ഉണ്ട്, അപ്പോൾ കുറച്ചൊന്ന് സ്ലോ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ രീതിക്ക് ഒന്ന് സ്പീഡ് കൂട്ടുന്നത് വേറെ ഒന്നുമല്ല, ലെങ്ത് നല്ല രീതിക്ക് കൂടിയാലും നമ്മുടെ വീഡിയോസിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മളൊന്ന് സ്പീഡ് കൂട്ടി പറയുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് നമ്മൾ വീഡിയോ ചെയ്തു തരാം. ഇതിപ്പോൾ ഈ ഒരു സിഗ്നൽ $.2 നമ്മളിന്ന് സിഗ്നൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിഗ്നൽ നമ്മൾ നമ്മുടെ വി ട്രേഡിനകത്ത് ചെയ്താണ്. എത്തീരിയത്തിൻ്റെ ഒരു സിഗ്നൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനും പ്രോഫിറ്റ് കിട്ടി. അത് ഞാൻ ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 ബിനാൻസ് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബിനാൻസ് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്പോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഇതിൽ എനിക്ക് ഓക്കെ, ഞാനിവിടെ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ എൻ്റെ ഓർഡർ ഹിസ്റ്ററിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ട്രേഡ് ഹിസ്റ്ററിയിൽ ഒരു ഡോട്ട് ഇപ്പോൾ ഇത് മാത്രം ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഞാനിവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം $.2 ജസ്റ്റ് ഇതിലൊന്ന് എടുത്തതാണ്. ഓക്കെ, ഞാൻ വേറെ എല്ലാ ഫ്യൂച്ചറും ഞാൻ എൻ്റെ സെക്കൻഡറി അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. കാരണം എന്താണ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിസ്ക് ഉണ്ടെന്ന്. അഥവാ നമുക്കൊരു മാർക്കറ്റ് നല്ല രീതിക്ക് ക്രാഷ് വരികയാണെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റിയും പോയിട്ട് ബാക്കി നമ്മുടെ സ്പോട്ടിലൊന്നായിരിക്കും നമ്മുടെ പോവുക. ഓക്കെ, അപ്പോൾ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം സിഗ്നൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് വളരെ റിസ്ക് ഫ്രീ ആയിട്ട് ഓരോ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡോട്ടൊക്കെ ഞാൻ പ്രോഫിറ്റിലാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സെല് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് നമ്മൾ ഫ്യൂച്ചറിലോട്ടേക്ക് നമ്മൾ USDT കൊണ്ടുവരണം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾ മാക്സിമം സ്പോട്ട് മാത്രം ചെയ്യാൻ നോക്കുക. സ്പോട്ട് ചെയ്ത് നിങ്ങൾ സ്പോട്ടിലൊന്ന് സ്റ്റഡി ആയണ സമയത്ത് ഫ്യൂച്ചറിലോട്ടേക്ക് വരിക. ഫ്യൂച്ചറിൽ വന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു $100 $200 എടുത്ത് ഇടുകയല്ല ചെയ്യേണ്ടത്. ഒരു $10 മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു $20 അതും ചെയ്യണ സമയത്ത് നിങ്ങൾ മാക്സിമം ലെവറേജ് 2 to 5 ഇടാൻ നോക്കുക. അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ ലെവറേജ് ഇടരുത്. ഞാനിവിടെ എന്തായാലും $10 ആണ് ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഞാനിവിടെ ഫണ്ടിങ് മാറ്റിയിട്ട് എൻ്റെ ഫ്യൂച്ചറിലോട്ടേക്ക് USDM ഫ്യൂച്ചറിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിലോട്ടേക്ക് നമ്മൾ $10 നമ്മളിപ്പോൾ സെൻഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ കൺഫേം കൊടുത്തു, ട്രാൻസ്ഫർ കൊടുത്തു. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ $31 ഡോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ പ്രോഫിറ്റ് വിത്ത് $1.4 ഇപ്പോൾ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. ഞാൻ ലെവറേജ് ഒക്കെ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. ലെവറേജ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അഥവാ ഒരു ലോസ് വരികയാണെങ്കിൽ ഇതിനേക്കാളും ലോസും വരും. ഇപ്പോൾ നമ്മൾ $10 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ട്രെയിനിൻ്റെ താഴെ തന്നെ ഫ്യൂച്ചറിലോട്ടേക്ക് പോകണം. ഫ്യൂച്ചറിൽ പോയിട്ട് ഞാൻ ഫസ്റ്റ് നിങ്ങൾ ഇതിൽ ബേസിക് ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റേ പറഞ്ഞു ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ പറഞ്ഞാൽ നമുക്കിവിടെ പെയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ $.2 ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ. നമുക്ക് ഇഷ്ടം പോലെ പെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഡോട്ട് തന്നെ എക്സാമ്പിളായിട്ട് എല്ലാം കാണിച്ചു തരാം. ഇവിടെ നമുക്ക് മാർജിൻ മോഡ് ഉണ്ട്. മാർജിൻ മോഡാണ് നമുക്കിവിടെ ടോപ്പിൽ ഇപ്പോൾ ക്രോസ് ആണ് സെലക്ട് ആയിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ക്രോസിൻ്റെ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ 2 മാർജിൻ മോഡാണുള്ളത്, ഒന്ന് ക്രോസും ഒന്ന് ഐസൊലേറ്റഡും. ഇപ്പോഴും നമ്മൾ ഐസൊലേറ്റഡ് റെക്കമെൻഡ് ചെയ്യാറാണ് നമ്മൾ പതിവ്. ഞാനിപ്പോൾ ജസ്റ്റ് ക്രോസിലിട്ടിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഐസൊലേറ്ററും ക്രോസിൻ്റെയും ഡിഫറൻസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ക്രോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു $50 ഉണ്ട്. $50 നമ്മളിപ്പോൾ ഒരു $10 ഈ ഒരു ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ എടുത്തു. നിങ്ങൾ മാക്സിമം അറിയാണ്ട് എന്ത് ചെയ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലെവറേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നമുക്കിവിടെ നോക്കാം. 50%, 60%, 100% കൊണ്ട് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ നിങ്ങളിത് അറിയാണ്ട് 100 ഇട്ട സമയത്ത് നമുക്കിവിടെ ഓക്കെ പൊസിഷനിൽ വരാം. ഞാൻ പൊസിഷനിൽ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ലിക്വിഡിറ്റി പ്രൈസ് കൊണ്ട് ഏറ്റവും അടിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ലിക്വിഡിറ്റി പ്രൈസ്. ഈ ഒരു ലിക്വിഡിറ്റി പ്രൈസ് ഞാനിപ്പോൾ ലെവറേജ് വളരെ കുറച്ചിട്ടതുകൊണ്ടാണ് നമുക്കിവിടെ ലിക്വിഡിറ്റി പ്രൈസ് 22 നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ലെവറേജ് കൂട്ടിയിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും പറഞ്ഞാൽ, ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 34.5 ലെവറേജ് നിങ്ങൾ കൂട്ടും തോറും നിങ്ങളുടെ ഈ ഒരു ലിക്വിഡേഷൻ പ്രൈസ് വളരെ കുറഞ്ഞു വരും. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്ത എമൗണ്ടിൻ്റെ തൊട്ടടുത്ത് വരെ എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്തു, മാർക്കറ്റ് കൂടുകയാണെങ്കിൽ ഈ ഒരു ലെവറേജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കയറി വരും. അഥവാ ഈ ഒരു മാർക്കറ്റിൽ ഒരു ചെറിയൊരു ഡിപ്പ് വന്നാലടക്കം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളിട്ട $10 അവിടെ ലിക്വിഡേറ്റ് ആയി പോകും. നിങ്ങളുടെ ബാക്കി ബാലൻസ് 0 ആവും. മാത്രമല്ല ബാക്കി നമ്മുടെ ഈ ഒരു $50 ബാലൻസ് ചെയ്ത $40 ആ ഒരു മാർക്കറ്റ് ഡിപ്പിനനുസരിച്ച് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോസിൻ്റെ ആ ഒരു ഇഷ്യൂ. ഇതിപ്പോൾ നിങ്ങൾ ഐസൊലേറ്റഡ് ഇടുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഐസൊലേറ്റഡ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ കൺഫേം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ $10 മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ലെവറേജ് നിങ്ങൾ 100x ഇട്ടു. ഓക്കെ, ഈ ഒരു ലിക്വിഡേഷൻ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഓക്കെ ലിക്വിഡേഷൻ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ $10 മാത്രമേ പോവുള്ളൂ. ബാക്കി നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ വാലറ്റിലുള്ള $40 അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും, നമ്മുടെ ഈ ഒരു പൊസിഷൻ ക്ലോസ് ആയി പോകും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ ഈ ലെവറേജ് കുറച്ചിടുക. ലെവറേജ് കൂട്ടുന്തോറും നമുക്ക് പ്രോഫിറ്റും കിട്ടും, അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ക്രോസിൻ്റെയും ഐസൊലേറ്ററിൻ്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഐസൊലേറ്റഡ് തന്നെ ഇട്ട് ചെയ്യാൻ നോക്കുക. ഇനി നമ്മുടെ സ്പോട്ടിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും ഡിഫറൻസ് പറഞ്ഞുതരാം. സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കൂടും, ലോസ് ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കുറയും. ഇതാണ് നമ്മൾ സ്പോട്ടിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുള്ളത്. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കൂടുന്ന സമയത്തും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, കുറയുന്ന സമയത്തും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ ബൈ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം, നമുക്ക് ബൈ ലോങ് വന്നിട്ടുണ്ട്. സെല്ല് കൊടുക്കണമെങ്കിൽ സെല്ല് ഷോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സെൽ ഷോർട്ട് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നമുക്കറിയാം ഡിപ്പാകാൻ പോകണം, നമ്മൾ നേരത്തെ ഒരു ന്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ ഇതേപോലത്തെ ഏതെങ്കിലുമൊക്കെ ടോക്കൺസിൽ വന്നിട്ട് സെല്ല് ഇട്ട് വയ്ക്കുക, അതില്ലെങ്കിൽ ഷോർട്ട് ഇട്ട് വയ്ക്കുക. ഷോർട്ട് ഇട്ട് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് കുറയും തോറും നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും, അതായത് നമ്മുടെ ഈ ഒരു പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബൈയും സെല്ലും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലെവറേജ് 20 ആയിരിക്കും, ഞാൻ 5 ഇട്ടിരിക്കുന്നത്. പറഞ്ഞു തരുമ്പോൾ നമുക്കിവിടെ ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ലിമിറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ മാക്സിമം നിങ്ങൾ ലിമിറ്റും മാർക്കറ്റും തന്നെ യൂസ് ചെയ്താൽ മതി. മാർക്കറ്റ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റ് മാർക്കറ്റിലുള്ളത്. പിന്നെ ഈ എക്സ്ട്രാ ട്രെയിലിംഗ് സ്റ്റോപ്പ് നല്ല ഒരു സംഭവം തന്നെയാണ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് പറഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലിമിറ്റ്, ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലിമിറ്റ് സെറ്റ് ചെയ്യുമല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു 34.5 മാർക്കറ്റ് പ്രൈസ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു 34 ബൈ ലിമിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചോ, നമുക്കിവിടെ സ്റ്റോപ്പ് ലിമിറ്റ് അത് നമ്മുടെ ബൈ ആയി, 34 ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബൈ ആയി. എന്നിട്ട് നമുക്കിവിടെ കോൾ ബാക്ക് എന്താണ് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രെയിൽ ലിമിറ്റ് 1% ഉണ്ടെന്ന് വെച്ചോ, 1% 34ൻ്റെ 1% പറഞ്ഞാൽ ഏകദേശം 0.34 പറയുമ്പോൾ 33 പോയിൻറ്റ് സംതിങ്. ആ ഒരു ടൈമിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. മാക്സിമം ട്രെയിൽ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത് 5% ആണ്. ഇപ്പോൾ നമ്മൾ 10% കൊടുത്താലും ആ ട്രെയിൽ ആവില്ല, 5% ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5% വരെ ഇടാം. 5% പറഞ്ഞാൽ ഏകദേശം $1.7. 1.7 പറയുമ്പോൾ 32.3 അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, പിന്നെ ഇത് റേറ്റ് ഇൻക്രീസ് ആയി വെച്ചോ, ഇപ്പോൾ നമ്മുടെ 34 പർച്ചേസ് ആയി. ഇപ്പോൾ ഈ ഒരു ടോക്കൺ ഏകദേശം $40 എത്തി. നമ്മളിപ്പോൾ 1% ആണ് ഇട്ടിരിക്കുന്നത്. $40 എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ 1% പറഞ്ഞാൽ 0.4, അതായത് 40 എത്തിയിട്ട് 39.6 ആണ സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെല്ലാവും, നമുക്ക് ആ ഒരു പ്രോഫിറ്റ് തരും. അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രെയിൽ സ്റ്റോപ്പ്, ഈ 3 മാത്രം നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രോസ് മാറ്റി നിങ്ങൾ ഐസൊലേറ്റഡ് ഇടുക. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, നമ്മൾ ലിമിറ്റ് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ അടിക്കുക. ഓക്കെ, പർച്ചേസ് ചെയ്യേണ്ട എത്ര എമൗണ്ട് ആണ് പറഞ്ഞാൽ പ്രൈസ് നിങ്ങൾ ഇവിടെ അടിക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 34 പർച്ചേസ് ചെയ്ത് 34 അടിക്കുക. ഇതിലിപ്പോൾ $10 കറൻറ്റ് ആയിട്ടുള്ളത്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എമൗണ്ട് എൻ്റർ ചെയ്തു, പിന്നെ നിങ്ങൾ ലെവറേജ് അഡ്ജസ്റ്റ് ചെയ്തു, 3x അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾ 5% വരെ ഇടുക ലെവറേജ്. അത് കഴിഞ്ഞ ശേഷം നിങ്ങളിവിടെ TP or SL എന്നുണ്ട്. മീനിങ് എന്താണ് പറഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നോക്കാം ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഇത് നമ്മൾ എപ്പോഴും എൻ്റർ ചെയ്ത് വെക്കണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഫിറ്റ് എത്ര അതിൽ എടുക്കണം പറഞ്ഞാൽ ഒരു 35.5 ഇടാണ്. അപ്പോൾ നമ്മൾ 34 ബൈ ആയി, 30.5 നമ്മുടെ
പ്രോഫിറ്റ് എത്തണം ഈ ഒരു ടോക്കൺ ആ ഒരു ടൈം എത്തുന്ന സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എടുത്ത് തരും അഥവാ മാർക്കറ്റ് ഒന്ന് ഡിപ്പാകുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കുക 33 ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ബൈ ലോങ് കൊടുക്കുക ഓക്കെ ബൈ ലോങ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇതിൽ ബൈ ലോങ് ആവും ഓക്കെ ബൈ ആയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മെത്തേഡിലായിരിക്കും കാണിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലെവറേജ് കൂട്ടുന്നതോറും ആ ഒരു ലിക്വിഡിറ്റി പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും ഈ ഒരു ലിക്വിഡിറ്റി പ്രൈസ് മാർക്കറ്റ് ഡിപ്പായിട്ട് ഈ ഒരു ലിക്വിഡിറ്റി പ്രൈസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ $100 ഇട്ട് വെച്ചാൽ ആ ഒരു $100 പോയി 0 ബാലൻസ് ആവും പിന്നെ നിങ്ങളുടെ ഇവിടെ ക്രോസ് ആണ് ഇട്ട് വെച്ചാൽ നിങ്ങളുടെ ബാക്കി ഫ്യൂച്ചറിൽ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും എടുത്തിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും പിന്നെ മാർക്കറ്റ് ഡിപ്പായി പോകണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എത്രത്തോളം ബാലൻസ് ഉണ്ടോ അതെല്ലാം പോയി 0 ആകും അപ്പോൾ ആ ഒരു റിസ്ക് മാത്രമാണ് ഉള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ ലെവറേജ് കുറച്ച് മാത്രം ഇടാൻ നോക്കുക പിന്നെ നമുക്കിവിടെ എൻട്രി പ്രൈസ് മാർക്കറ്റ് പ്രൈസ് കാണിക്കും ഇവിടെ നമുക്ക് കറൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കാണിക്കും ഇപ്പോൾ നമ്മൾ +3.54% അപ്പിലാണുള്ളത് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുക ഞാനിപ്പോൾ ഓപ്പൺ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ലിമിറ്റ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് 31 ടച്ച് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ആകാൻ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് വാലിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഫ്യൂച്ചറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഒരു ബിഗിനേഴ്സിന് ഈ ഒരു ഫ്യൂച്ചറിനെ പറ്റി അറിയേണ്ട മിക്ക ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ചെറിയ രീതിക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നൊരു ഗുഡ് ബൈ